അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡമായി നിശ്ചയിച്ചത് തൗഹീദാണ്. അല്ലാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ. അവനെ കൂടാതെ ലോകത്ത് എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതെല്ലാം വ്യാജ ദൈവങ്ങളാണ്, യഥാർത്ഥ ഇലാഹുകളല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലും വിശ്വസിക്കുകയും ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചെറുതും വലുതും നന്മയും തിന്മയുമെല്ലാം അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് എന്ന വിശ്വാസത്തോടുകൂടി ആരാണ് പ്രവാചകന്മാരിൽ വിശ്വസിച്ച് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിച്ച് ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിച്ച് ആരാണ് ഫോളോ ചെയ്യുന്നത്, അവർക്കുള്ളതാണ് പരലോക വിജയം. അപ്പൊ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് തൗഹീദാണ്. തൗഹീദിൽ ഒരു കളങ്കം, ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത് ആരാധനയുടെ എന്തൊക്കെ വകഭേദങ്ങളുണ്ടോ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അപ്പൊ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ഉണ്ട് ആൾക്കാർ മമ്പ്രത്ത് വന്ന് സത്യം ചെയ്യിക്കാറ്. അതുകൊണ്ട് ആ മമ്പ്രം തങ്ങൾ പാപ്പാന്റെ കുരുത്തക്കേട് തട്ടും, അവിടെ ഒന്നും നുണറിയാൻ പറ്റൂല എന്നുള്ളൊരു വിശ്വാസം. സഹോദരങ്ങളെ, അതിനൊക്കെ അപ്പുറത്താണ് പടച്ചവൻ. അപ്പോ പടച്ചവന് അവർ യഥാർത്ഥ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയില്ല. ഒരു ബദരീങ്ങളെ അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങളെ പേടിക്കണ പോലെ അത്രയും പടച്ചോനെ പേടിക്കുന്നില്ല എന്നാണ്. അപ്പൊ അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നേർച്ച നേരുക, നേർച്ച അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശക്തമായ ഒരു കണിശത പുലർത്തേണ്ടവനാണ് വിശ്വാസി. കാരണം എന്താ വെച്ചാൽ ഈ ഇബാദത്തുകളും ഈ സൽക്കർമ്മങ്ങളൊന്നും സ്വീകരിക്കാതെ പോകുന്ന ഒരവസ്ഥ, പരലോകത്ത് നഷ്ടക്കാരാകുന്ന ഒരവസ്ഥ സംജാതമാകുമെന്ന് നമ്മൾ ഭയപ്പെടണം. രണ്ടാമത്തത് കുഫറാണ്. കുഫർ വരാൻ പാടില്ല. കുഫർ എന്ന ഈമാൻ കാര്യങ്ങളിൽ ഒന്നിനെയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ഈമാൻ കാര്യം, ഇസ്ലാം കാര്യങ്ങളെ നമ്മൾ നിഷേധിക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളിലൊക്കെ ഖുർആനിന്റെ ആയത്തുകളെ, പ്രവാചകന്റെ വചനങ്ങളെയൊക്കെ ബാഹികമായോ അല്ലെങ്കിൽ പരസ്യമായോ രഹസ്യമായോ നിഷേധിക്കുന്ന ഒരവസ്ഥ, കുഫർ വന്നു ചേരാതെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മളെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ലോകമാന്യം, ശിർക്ക്, കുഫറൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും. മറ്റുള്ളവർ കാണാൻ ഇഖ്ലാസിൽ നമ്മൾ അള്ളാഹുവിനെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടാണ് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. അത് ലക്ഷ്യം മാറിപ്പോകുന്ന ഒരവസ്ഥ. ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടോ അള്ളാഹു അല്ലാത്ത ഒരാളുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ സ്വീകരിക്കപ്പെടൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇഖ്ലാസ് വേണം. എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ നമ്മൾ പടച്ചോന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെയ്തത് എടുത്തു പറയുക എന്നത്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ അസർ നമസ്കാരം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ കർമ്മങ്ങളിൽ ചിലതിനെ ഇല്ലാതാക്കും. മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലുഹു എന്ന് ബുഖാരിയിലെ ഹദീസ് കാണാം. 6 അസ്ർ നമസ്കാരം ഒഴിവാക്കിയോ അവൻ തന്റെ കർമ്മങ്ങളെ പൊളിച്ചു കളഞ്ഞു. അപ്പൊ അസർ നമ്മൾ ഉച്ചക്ക് ഉറങ്ങിയിട്ട് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ഒരു നിസ്കാരമാണ് ജമാഅത്ത്. അപ്പൊ അതുകൊണ്ട് അത് ജമാഅത്തിൽ തന്നെ നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അറ്റൻഡൻസ് എടുക്കും മലക്കുകൾ വന്നിട്ട്, ആരൊക്കെ വന്നുകള് എന്നൊക്കെ നോക്കും അവിടെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ പൗരത്വം ഉണ്ടോ,
അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടോ എന്നല്ല. പടച്ചോന്റെ അറ്റൻഡൻസിൽ, അസറിന്റെ ജമാഅത്തിന്റെ അറ്റൻഡൻസിൽ നമ്മളവിടെ ആ അറ്റൻഡൻസ് നമുക്ക് കിട്ടിക്കണോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. കാരണം ഖബറ് ചെന്നാൽ അതൊക്കെ ചോദിക്കുള്ളൂ മനുഷ്യറിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ മറ്റേത് കാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർഭയത്വമുള്ള ഒരു നാട്, ഈ ഇലക്ഷനിൽ എല്ലാവരും അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നിർഭയത്വമായ ഭരണാധികാരികളെയും നമ്മളോട് കാരുണ്യം കാണിക്കുന്ന ഭരണാധികാരികളെ നമ്മളെ മേൽ നിയമിച്ചു തരട്ടെ. ആമീൻ. നിർഭയത്വം എന്നത് അത് അള്ളാഹു മുമ്പും ഖുർആനിലൊക്കെ നമുക്ക് കാണാം. ഏറ്റവും വലിയ നിർഭയത്വം വിശ്വാസപരമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തൗഹീദാണ്. ആ തൗഹീദുള്ള ആളുകൾക്കാണ് അള്ളാഹു എന്ത് ചെയ്യാൻ രണ്ട് ലോകത്തും നിർഭയത്വം നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വരാതെ നമ്മൾ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും മുവഹിദുകളായി ജീവിക്കാനും മരിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ ഫലസ്തീനിൽ വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കുരുന്നുകളെ പോലും കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന യഹൂദന്മാർ ഇസ്ലാമിന്റെ വ്യക്തമായ ശത്രുക്കളാണ്. മറ്റാരെക്കാളും നിങ്ങളോട് ശത്രുത പുലർത്തുന്നവർ യഹൂദികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിച്ചു തന്ന കാര്യമാണ്. എത്രയോ പ്രവാചകന്മാരെ അവർ കൊന്നിട്ടുണ്ട്. സക്കരിയ നബി അവർ കൊന്നിട്ടുണ്ട്, യഹ്യ നബി അവർ കൊന്നിട്ടുണ്ട്, പ്രവാചകന്മാരെ അവർ നടുക ചെയ്തിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ബനൂ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിന്റെ മറ്റൊരു പേരാണ്. ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിന്റെ മക്കൾക്ക് പറയുന്ന പേരാണ്. 12 മക്കളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. 11ാമത്തത് യൂസുഫ് ആയിരുന്നു, 12ാമത്തത് ബിന്യാമിനായിരുന്നു. ഇപ്പൊ യാക്കൂബ് നബി എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയാണ്. ഇബ്രാഹിം നബിക്ക് 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു മകൻ ഹാജറ ബീവിക്കുണ്ടായ മകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. സാറാ ബീവിക്കുണ്ടായ മകനാണ് ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബി ഇബ്രാഹിം നബിയുടെ ഹാജറ എന്ന ഭാര്യയും ഇസ്മായിൽ നബിയും മക്കത്താണ് താമസിക്കുന്നത്. അവരുടെ തലമുറകളാണ് അറബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരു ഭാര്യയായ സാറാ ബീവിയും അതേപോലെ തന്നെ അവരുടെ മകനായ ഇസ്ഹാഖ് നബിയും ഫലസ്തീനിലാണ് ഉണ്ടായിരുന്നത്. അവിടുന്നാണ് ഇബ്രാഹിം നബി ഹാജറയും കൂട്ടിങ്ങോട്ട് ഹിജറ വരുന്നത്. അപ്പോ ഈ ഇസ്ഹാഖ് നബിന്റെ മകനാണ് ആര്? യാക്കൂബ് നബി എന്നറിയപ്പെടുന്ന ഇസ്രായേൽ എന്ന പേരുള്ള നബി. അദ്ദേഹത്തിന്റെ വേറൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ജേക്കബ് എന്നാണ് പറയാം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിന്റെ പേരാണ്. ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിന്റെ മക്കൾ എന്നാണ് അർത്ഥം. 12 മക്കളുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫലസ്തീനിലാണ് താമസിച്ചിരുന്നത്. അവര് പിന്നീട് ഈജിപ്തിലേക്ക് പോവുകയാണ്. നമുക്ക് കാണാൻ പറ്റും യൂസുഫ് നബി മന്ത്രിയായത് ഈജിപ്തിലാണ്. അങ്ങനെ യാക്കൂബ് നബി മക്കളെയും കൂട്ടി ആ വരൾച്ചയുടെ കാലഘട്ടത്തിന്റെ സന്ദർഭത്തിൽ അങ്ങോട്ട് പോവാണ്, ഈജിപ്തിലേക്ക് പോവാണ്. അങ്ങനെ അവർ ഫലസ്തീനിൽ നിന്ന് പോയി ഇപ്പൊ ഈജിപ്തിലാണുള്ളത്. യൂസുഫ് നബിന്റെ മരണത്തിന് ശേഷം അവിടെ വീണ്ടും പുതിയ പ്രവാചകന്മാരൊക്കെ വരികയും ദാവൂദ് നബിയും സുലൈമാൻ നബിയൊക്കെ വന്നു. ആ കാലഘട്ടത്തിലൊക്കെ അവര് എന്ത് ചെയ്യണം, അവര് അവിടെ അധികാരങ്ങൾ കൈയാറുണ്ട്. അവസാനം എന്ത് ചെയ്യണം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നമുക്കറിയാം അവര് ഈജിപ്തിൽ അടിമകളായി. കാരണം സുലൈമാൻ നബിയുടെ മകന്റെ അധികാരം വന്നതോടുകൂടി അവർ ക്ഷയിക്കുകയും അവരുടെ അധികാരം നഷ്ടപ്പെടുത്തുകയും അവർ ഈജിപ്തിൽ അടിമകളായി താമസിക്കുകയും ചെയ്യണം. അവിടുന്നാണ് മൂസ അലൈഹി സ്വലാം എന്ത് ചെയ്യണത്, അവരെ മോചിപ്പിച്ച് കൊണ്ടുപോവുക. മൂസ അലൈഹി സ്വലാം നമുക്കറിയാം മരിക്കാൻ സന്ദർഭത്തിൽ ആ നൈൽ നദി ക്രോസ് ചെയ്ത് ഈ ഫിർഔന് മുങ്ങിച്ചത്ത് അവർ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോവുകയാണ്. പക്ഷെ ഫലസ്തീനിൽ എത്തുന്നതിന്റെ മുമ്പായിട്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കണം. അങ്ങനെ ഫലസ്തീനിൽ എത്തുന്നില്ല. പിന്നെ യൂഷ ഇബ്നു നൂൻ എന്ന ഒരു പ്രവാചകന്റെ കാലത്താണ് വീണ്ടും അവർ ഫലസ്തീനിൽ എത്തുന്നത്. അങ്ങനെ പിന്നെ അവർ ഫലസ്തീനിലാണ് താമസിക്കുന്നത്. തിരിച്ചവിടെ എത്തി. പിന്നെ നമുക്കറിയാം എന്താണ്, റോമക്കാർ, പിന്നെ അവിടെ ബാബിലോണിയൻസ് ആണ് അത് കൈവശപ്പെടുന്നത്. പിന്നെ പേർഷ്യക്കാർ വന്നു. പേർഷ്യക്കാരും ബാബിലോണിയൻസിന്റെ ഒക്കെ കീഴിൽ യഹൂദന്മാർ അല്ലെങ്കിൽ ബനു ഇസ്രായേൽ അവിടെ സുരക്ഷിതരായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ റോമക്കാര് പേർഷ്യക്കാരെ തോൽപ്പിച്ച് റോമൻ ആധിപത്യം അവിടെ വരുന്ന സന്ദർഭത്തിൽ, കാരണം നമുക്കറിയാം റോമൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് ജൂതന്മാരോട് പണ്ടേ ദേഷ്യമായിരുന്നു. കാരണം അവരുടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിൽ തറച്ചത്
യഹൂദികളാണ് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും അവര് ശത്രുക്കളാണ്. സ്വന്തം പ്രവാചകന്മാരെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ കൊന്ന ആളാണ് ആര്? യഹൂദന്മാർ. അതുകൊണ്ട് തന്നെ റോമക്കാരുടെ അധികാരം അവിടെ വന്നതോടുകൂടി അവരെ യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തി അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുക. അങ്ങനെ വീണ്ടും ഫലസ്തീനിൽ നിന്ന് ആര് പോവാണ്? ഈ ബനു ഇസ്രായേൽ ജൂതന്മാരോടൊന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അവിടെ റോമക്കാരുടെ ഭരണം നമുക്കറിയാം. ഇസ്ലാം റോമക്കാരെ തോൽപ്പിക്കണം. മുസ്ലിങ്ങൾ വന്നതിന് ശേഷം റോമക്കാരെ തോൽപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സന്ദർഭത്തിൽ ബൈത്തുൽ മുഖദ്ദസ് വീണ്ടും ഇസ്ലാമിന്റെ കീഴിൽ വരികയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ അധികാരം വാങ്ങാണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി നിങ്ങളുടെ ഖലീഫ നേരിട്ട് വന്നാലേ അത് തരുള്ളൂ എന്നാണ് യുദ്ധം ജയിച്ചപ്പോൾ അവിടുത്തെ അധികാരികൾ പറഞ്ഞത്. അങ്ങനെ ആ കീ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭൃത്യനെയും കൂട്ടി ഫലസ്തീനിലേക്ക് വരികയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു വന്നിട്ട് ഇവിടെ യഹൂദന്മാരുടെ ആരാധന സ്ഥലങ്ങൾ എവിടെയെന്ന് ചോദിക്കണം. അപ്പൊ അവിടെ അതൊക്കെ മൂത്രപ്പരയും അതേപോലെ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു. അത്രയും യഹൂദന്മാരെ പീഡിപ്പിച്ചിരുന്നു അന്നത്തെ റോമക്കാർ. അപ്പൊ അവിടുത്തെ യഹൂദ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ടോയ്ലറ്റുകളും വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളും ആക്കി മാറ്റിയിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതൊക്കെ വീണ്ടും യഹൂദന്മാർക്ക് തിരിച്ചു കൊടുത്ത് അവരുടെ യഹൂദന്മാരുടെ സുരക്ഷ മുസ്ലിങ്ങൾക്ക് കീഴിൽ യഹൂദന്മാർ വീണ്ടും അവിടെ സുരക്ഷിതമായി താമസിക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലം മുതൽ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ യഹൂദന്മാർ സുരക്ഷിതമായിട്ടാണ് ഫലസ്തീനിൽ താമസിച്ചിരുന്നത്. അവർക്ക് യാതൊരുവിധ പ്രയാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ കുരിശ് യുദ്ധം വരികയും കുരിശുദ്ധം നമ്മുടെ 1100 AD-യിലേക്കാണ് വരുന്നത്. ആ കാലഘട്ടത്തിൽ കുരിശ് യുദ്ധത്തിലാണ് വീണ്ടും ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തത്? ഫലസ്തീൻ പിടിച്ചെടുത്ത് അവിടെയുള്ള മുസ്ലിങ്ങളെ യഹൂദന്മാരെയൊക്കെ വീണ്ടും കൂട്ടക്കല നടത്തി. പിന്നെ കുറച്ചു കാലഘട്ടം അവിടെ ക്രിസ്ത്യാനികളാണ് ഭരിക്കുന്നത്. പിന്നെ സലാഹുദ്ദീൻ അയ്യൂബി ജയിച്ചതിന് ശേഷമാണ് വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നത്? വീണ്ടും അത് മുസ്ലിങ്ങൾക്ക് കീഴിലായി എന്ത് ചെയ്യാണ്? അവിടെ വീണ്ടും യഹൂദന്മാർ സുരക്ഷിതരായി താമസിക്കുകയാണ്. പിന്നെ 1916-18 മുതൽ 1-ാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് വരെ അവിടെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ ഇസ്ലാമിക ഖലീഫന്റെ കീഴിലാണ് അവിടെ ഫലസ്തീൻ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് യഹൂദന്മാർ സുരക്ഷിതമായി അതിന്റെ ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇസ്ലാമിക ഖിലാഫത്ത് തകരുകയും ബ്രിട്ടൻ ജയിക്കുകയും ചെയ്തപ്പോൾ അതൊക്കെ ബ്രിട്ടന്റെ കോളനിയായി മാറി. 2-ാം ലോക മഹായുദ്ധത്തിന്റെ മുമ്പായിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഹിറ്റ്ലർ യഹൂദന്മാരെ, ലോകത്ത് മുഴുവനുള്ള യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തി. നമുക്കറിയാം, വളരെയധികം യഹൂദന്മാരെ കൊല ചെയ്തു. അതിനുശേഷം അവർ സുരക്ഷിതമായിട്ട് വീണ്ടും ഈ ഫലസ്തീനിന് ചുറ്റും വന്ന് താമസിക്കണം. അന്ന് അവർക്ക് അഭയം നൽകിയത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളാണ്. പിന്നെ അവരെന്ത് ചെയ്തു? അവർ അധികാരം ഉപയോഗിച്ച് അമേരിക്കയുടെയും ബ്രിട്ടന്റെയൊക്കെ പിന്തുണ ഉപയോഗിച്ച് അവിടെയുള്ള ഫലസ്തീനികളെ, നമ്മൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്താൽ നമ്മൾ പുറത്താക്കുന്ന പോലെ അവിടെയുള്ള ഫലസ്തീനികളെ ഉപദ്രവിച്ചുകൊണ്ട് ആ നാട് മൊത്തം പിടിച്ചടക്കി. അതിൻ്റെ ഒരു മൂലയിൽ മാത്രമാണ് ഇന്നത്തെ ഇതിൽ ഫലസ്തീനികളുടേതായിട്ട് അവകാശപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ചരിത്രത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം എവിടെ നിന്നാണ് ബനു ഇസ്രായേൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഫലസ്തീനിൽ ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രം ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ സുരക്ഷിതമായി ജീവിച്ചത് മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു തരത്തിലുള്ള അക്രമവും യഹൂദന്മാരോട് മുസ്ലിം കാലഘട്ടത്തിൽ മുസ്ലിം ഭരണാധികാരികൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അവരുടെ ശത്രുതയുടെ അടിസ്ഥാനം എന്നത് അവർക്ക് മുസ്ലിങ്ങളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇസ്ലാമിനോടുള്ള അവരുടെ ആ ശത്രുതയാണ്. അതന്നെ കൃത്യമായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് യഹൂദന്മാർക്കാണ് എന്ന് അള്ളാഹു കൃത്യമായിട്ട് ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് നന്നാവുന്നോ, അവര് മയപ്പെടുന്നോ, അവര് നമ്മളോട് നല്ല രൂപത്തിൽ പെരുമാറുമെന്നോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനകളിൽ, നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ, നമ്മളെ തഹജ്ജുദിന്റെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാര്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ വിശ്വാസികൾ ഒരു ശരീരമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ കുറച്ച് വാട്സപ്പിൽ ഇത് ഷെയർ ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം, അത് അവർക്ക് വേദന വരുമ്പം, അവരുടെ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ നമ്മളെ കുട്ടികളാണ് കൊല്ലപ്പെടുന്നത് അതാണ് വിശ്വാസിയുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികളെയും ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവിടെ പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും ഉന്നതമായ സ്വർഗം നൽകി നമ്മളെല്ലാവരെയും
എന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോട് കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.